അപ്പോൾ ഇന്ന് തൊട്ടാണ് ഞങ്ങളുടെ യഥാർത്ഥ ട്രക്കിംഗ് തുടങ്ങുന്നത് കേട്ടോ. കൊണ്ടുവന്നതിൽ നിന്ന് കുറച്ച് തുണിയൊക്കെ റൂമിൽ തന്നെ വെച്ചാണ് ഇറങ്ങിയത്. നേരെ ബസ്സും വിളിച്ച് നേരെ പോയത് അടുത്തുള്ള ബസ് സ്റ്റാൻഡിലേക്ക്. ഇവിടെ നിന്നാണ് നമ്മൾ ഗാന്തുർക്കിലോട്ടുള്ള ബസ് കയറുന്നത്. 4 പേർക്കും കൂടെ 2200 നേപ്പാളിയാണ് ആയിട്ടുള്ളത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് 4 മുട്ടയും 4 ചായയും 200 നേപ്പാളിയായേ. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ബസ്സിൻ്റെ അവിടുത്തെ തിരക്കണ്ട് പോയി നോക്കിയപ്പോൾ ഏവനോ കൊണ്ടുവന്ന് നമ്മളെ ബസ്സിൽ കൊണ്ടുവന്ന് ഒരു ഇടി. ഇവനാണ് നമ്മളെ ഇന്ന് ഗാന്തുർക്ക് വരെ എത്തിക്കുന്നത് കേട്ടോ. 8:30 എടുക്കാനുള്ള വണ്ടി എടുത്തപ്പോൾ തന്നെ ഏകദേശം 10 മണിയായേ. അങ്ങനെ പൊക്കാറയിൽ നിന്നും ഞങ്ങളുടെ ഗാന്തുർക്കിലോട്ടുള്ള യാത്ര പയ്യെ തുടങ്ങുകയായി. പോകുന്ന വഴിയെല്ലാം വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരിക്കും നമ്മുടെ ക്ലൈമറ്റ് മൊത്തത്തിൽ അത് മാറുന്നത്. ഉയരത്തിലോട്ട് കയറും തോറും മഴയും ക്ലൈമറ്റും നല്ലപോലെ മാറിക്കൊണ്ടിരിക്കും. വഴിയിൽ മൂത്രമൊഴിക്കാൻ നിർത്തിയ ടോയ്ലറ്റിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഇവിടെ നേപ്പാളിൽ നിന്ന് ഏത് ടോയ്ലറ്റിൽ നോക്കിയാലും നല്ലൊരു വ്യൂ ആണ്. പോകുന്ന വഴിയിൽ നമ്മുടെ പെർമിറ്റ് അവിടെ കാണിക്കേണ്ടതായിട്ട് വരും. നമ്മൾ ബസ്സിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ അവിടുത്തെ കണ്ടക്ടറിന്റെ കയ്യിൽ കൊടുത്താൽ മതി. പുള്ളിക്കാരൻ തന്നെ പോയി എല്ലാം ക്ലിയർ ആക്കിക്കോളും. ഇനി ഗാന്തുർക്കിലോട്ട് 3 മണിക്കൂറാണുള്ളത്. പോകുന്ന വഴിയെല്ലാം ഇതുപോലത്തെ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇതുപോലത്തെ ഒരുപാട് ചെളിയൊക്കെയുള്ള റോഡിൽ കൂടെ വേണം നമുക്ക് പോകാനായിട്ട്. ഇവിടുത്തെ ഡ്രൈവർമാർ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ 5.5 മണിക്കൂർ യാത്രയോടെ നമ്മൾ ഗാന്തുർക്ക് വില്ലേജിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ബസ്സിൽ നിന്ന് ലഗേജും പിക്ക് ചെയ്ത് ഞങ്ങളുടെ ട്രക്കിംഗ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തേ. ഗാന്തുർക്കിൽ നിന്ന് ജിനുവിലോട്ട് ഷെയർ ടാക്സി കിട്ടും. കൂടുതൽ എളുപ്പത്തിനായി നിങ്ങൾക്ക് അതും നോക്കാവുന്നതാണ്. ഞങ്ങൾ ഗാന്തുർക്കിൽ നിന്നാണ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. പോകുന്ന വഴിയിലെ കാഴ്ചകളെല്ലാം അത്രയ്ക്ക് മനോഹരമായിരുന്നു. എനിക്ക് ഈ പച്ചപ്പും മലകളും കുഞ്ഞുനാൾ തൊട്ടേ ഇഷ്ടമാണ്. പിന്നെ ഒരേപോലത്തെ ഇഷ്ടമുള്ളവർ ഒരുമിച്ച് കൂടുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഹാങ്ങിങ് ബ്രിഡ്ജും ക്രോസ് ചെയ്ത് ബൂസ്റ്റപ്പിനായി ഇലക്ട്രോലൈറ്റും ഓരോ ബിസ്ക്കറ്റും കഴിച്ചു. ബിസ്ക്കറ്റിന്റെ കവർ നമ്മളവിടെ ഇട്ടിട്ടില്ലേ. നടന്നു തുടങ്ങിയപ്പോഴേക്കും ട്രക്കിങ്ങിലെ വലിയ മഴ എത്തിയായിരുന്നേ. പിന്നെ അടുത്തുള്ള ഒരു കടയിൽ കയറിയിരുന്ന് പയ്യെ കുക്കിങ്ങിനുള്ള പരിപാടി ചോദിച്ചു. പിന്നെ അവിടെ ഉള്ളവർ നല്ല ഫ്രണ്ട്ലി ആയതുകൊണ്ട് ഞങ്ങളടുത്ത് കുക്ക് ചെയ്യാനും പറഞ്ഞു. പിന്നെ ഒട്ടും താമസിക്കാതെ തന്നെ നമ്മൾ പയറും കഞ്ഞിയും ഉണ്ടാക്കാനുള്ള പരിപാടി പിടിച്ചേ. ചോമ്രോങ്ങിലോട്ട് ഇനി 7 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ പയറും കഞ്ഞിയും അച്ചാറും റെഡിയേ. അങ്ങനെ പയറും കഞ്ഞിയും നല്ല മഴയും നല്ല വിഷ്വലും, അതാണ് ഇവിടുത്തെ മെയിൻ. നമ്മൾ കഴിക്കുന്ന സ്ഥലത്ത് നിന്നുള്ള വ്യൂ നിങ്ങൾ തന്നെ കാണൂ. എന്ത് മനോഹരമായ സ്ഥലമാണിത്. വീഡിയോയിൽ കാണാമോന്നറിയില്ല. ആ ചെറിയ ഒരു വില്ലേജാണ് ഗാന്തുർക്ക് വില്ലേജ്. അവിടെ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. മഴ തോർന്ന് നമ്മൾ ചോമ്രോങ് പിടിക്കാനുള്ള പരിപാടിയിലാണേ. കോമ്രോങ്ങിൽ നിന്ന് ചോമ്രോങ്ങിലോട്ട് കുറച്ച് ദൂരമുണ്ട് കേട്ടോ. വരുന്ന വഴിയെല്ലാം ഇതുപോലത്തെ സൈൻ ബോർഡുണ്ട്. കാടിൻ്റെ മാത്രം ശബ്ദത്തിൽ ഒരു ചിന്തയും ഇല്ലാതെ എല്ലാം മറന്ന് കാടിലൂടെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം നമുക്ക് എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് സമാധാനമാണ്. അതൊക്കെ കൊണ്ടായിരിക്കാം എനിക്ക് കാട് ഭയങ്കരമായി ഇഷ്ടപ്പെടാനുള്ള കാരണവും ചിലപ്പോൾ അതായിരിക്കാം. ഈ കാണുന്ന വിഷ്വൽ നിങ്ങൾ തന്നെ നോക്കി, എന്ത് ക്ലിയർ സ്കൈ ആണ്. ആ കാണുന്ന വിഷ്വൽ കണ്ട് ഞാൻ കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. ഇതുപോലെയുള്ള പുഴകളെല്ലാം നമ്മൾ മുറിച്ച് കടക്കേണ്ടതായിട്ടുണ്ട്. കാണുമ്പോൾ ചെറുതാണെങ്കിലും നല്ല ഒഴുക്കും നല്ല തണുപ്പുമുള്ള വെള്ളമാണ്. അത് നമുക്ക് കാല് വെച്ച് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലുള്ള ഒഴുക്കാണ്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ വേണം നമ്മളത് ക്രോസ് ചെയ്യാനായിട്ട്. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് റെസ്റ്റിംഗ് സ്പോട്ടിലെത്തിയേ. ഞങ്ങൾക്ക് ഹൈദരാബാദുള്ള 2 പയ്യന്മാരോടെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇനിയാണ് ടാസ്ക് തുടങ്ങുന്നത്. ഇതുപോലുള്ള മലകൾ ഫുൾ പടിക്കെട്ടാണ്. ഈ എൻഡ്ലെസ് സ്റ്റെപ്സ് മൊത്തത്തിൽ കയറി തീർക്കണം. ഞങ്ങൾക്ക് അത്യാവശ്യം ലഗേജും കൂടെ ഉള്ളത്. നമ്മൾ പയ്യെയാണ് നടന്നു കയറിയത്. കച്ചാ മാങ്കയുടെ ഉപയോഗം ട്രെക്കിങ് പോകുന്നവർക്ക് നല്ലതുപോലെ മനസ്സിലാവും. ഷോർട്ട് കട്ട് പോയി മൂഞ്ചി തെറ്റിയ ഒരു കഥയാണ് ഇത്. അതാ കറക്റ്റ് സന്ധ്യ സമയം കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ നല്ല രീതിക്ക് പേടിച്ചു. കുറച്ചു നേരം കറങ്ങി ഞങ്ങൾ അങ്ങനെ വഴി കണ്ടുപിടിച്ചു. ഇനി 2.8 കിലോമീറ്ററാണ് ചോമ്രോങ്ങിലോട്ടുള്ളത്. ലാൻഡ് സ്ലൈഡ് ഉണ്ടായ വഴി കൂടെയാണ് പോകാനുള്ളത് കേട്ടോ. അത് കണ്ടപ്പോൾ കുറച്ചുകൂടെ ടെൻഷനായി. ചോമ്രോങ്ങിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു പ്രോപ്പർട്ടിയിൽ ഞങ്ങൾ ടെൻറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിച്ചായിരുന്നു. 2 ടെൻറ്റ് അടിക്കുന്നതിന് അവന് 200 നേപ്പാളിയാണ് ചോദിച്ചത്. പിന്നെ ടൈമും നല്ല ഇരുട്ടിയതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ ടെൻറ്റ് അടിച്ചു. പിന്നെ പുള്ളിക്കാരൻ ഞങ്ങൾക്ക് 200 നേപ്പാളിക്ക് 4 കട്ടൻ തന്നായിരുന്നേ. പിന്നെ ആ തണുപ്പത്തിരി കട്ടൻ കുടിച്ചപ്പോൾ ഒരു ആശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇനി ഫുൾ സ്ട്രെച്ചിങ് ആണ്. നാളെ ഇനി ഒരുപാട് നടക്കാനുള്ളതുകൊണ്ട് നല്ലതുപോലെ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്ത് രാത്രിയിലത്തേക്ക് മാഗിയും കുക്ക് ചെയ്ത് കഴിച്ച് ഇന്നത്തെ ഡേ ഞങ്ങൾ സർവൈവ് ചെയ്തു. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായി കാണാം. ടാറ്റ.